ജമ്മുകശ്മീരിലെ പൂഞ്ചിൽ ഭീകരാക്രമണം. ഒരു പോലീസുകാരൻ കൊല്ലപ്പെട്ടു. ഭീകരർ പ്രദേശത്ത് ഒളിച്ചിരിപ്പുണ്ടെന്ന വിവരത്തെ തുടർന്ന് നടത്തിയ തെരച്ചിലിനിടെയാണ് ആക്രമണമുണ്ടായത്. ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി മനു ശങ്കർ ചേരുന്നുണ്ട്. മനു, വിവരങ്ങൾ. സ്വാമി, ഇന്ന് പുലർച്ചെ 7:40 കൂടിയാണ് പൂഞ്ചിലെ മിനി സിവിൽ സ്റ്റേഷനിലെ ഒരു ഒഴിഞ്ഞ കെട്ടിടത്തിൽ ഭീകരർ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന വിവരം സൈന്യത്തിന് ലഭിച്ചത്. തുടർന്ന് സ്ഥലത്ത് പെട്രോളിംഗ് നടത്തുകയായിരുന്ന പോലീസിന് വിവരം കൈമാറുകയും പോലീസ് നടത്തിയ തിരച്ചിലാണ് ഈ കെട്ടിടത്തിൽ 4 ഭീകരർ ഒളിച്ചിരിക്കുന്നതായി മനസ്സിലാക്കിയത്. തുടർന്ന് ഭീകരർ പോലീസിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. മണിക്കൂറുകൾ നീണ്ട വെടിയുതിർക്കലിന് ശേഷവും ഇതുവരെയും ഒരു ഭീകരനെ പോലും കീഴ്പ്പെടുത്തിയിട്ടില്ല. ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണ്. ഭീകരർ നടത്തിയ ഏറ്റുമുട്ടലിൽ ഒരു പോലീസുകാരൻ കൊല്ലപ്പെട്ടതായി സ്ഥലം പൂഞ്ചി DIG തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൂടുതൽ പോലീസുകാർക്ക് കൂടി പരിക്കേറ്റതായുള്ള വിവരമാണ് ലഭിക്കുന്നത്. എന്തായാലും ഏറ്റുമുട്ടൽ തുടരുന്ന സാഹചര്യത്തിൽ കൂടുതൽ അർദ്ധ സൈനിക വിഭാഗങ്ങളെ കൂടി സ്ഥലത്തേക്ക് വിന്യസിക്കുമെന്ന് DIG അറിയിച്ചിട്ടുണ്ട്. DIGയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ സ്ഥലത്തേക്ക് തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ ബുർഹാൻ വാനിയുടെ വധത്തെ തുടർന്ന് കാശ്മീരിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് ഇത്തരത്തിൽ ഈ ഗ്രാമീണ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഭീകരർ തമ്പടിച്ചിട്ടുണ്ട് എന്നൊരു വിവരം പ്രതിരോധ മന്ത്രാലയത്തിന് ലഭിച്ചിരുന്നു. ഈ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ദില്ലിയിൽ യോഗം ചേരുകയും തുടർന്ന് ഗ്രാമപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് അർദ്ധ സൈനിക വിഭാഗങ്ങളെ പിൻവലിച്ച് പകരം സൈന്യത്തിനെ തന്നെ, കരസേനയെ തന്നെ നേരിട്ട് വിന്യസിക്കാൻ ഒരു തീരുമാനവും കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം കൈക്കൊണ്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ 4 അംഗ ഭീകരർ ഇപ്പോൾ പൂഞ്ചിലെ മിനി സിവിൽ സ്റ്റേഷനിലെ ഒഴിഞ്ഞ കെട്ടിടത്തിൽ തമ്പടിച്ചുകൊണ്ട് പോലീസുകാർക്കെതിരെ വെടിയുതിർത്തിരിക്കുന്നത്. ഇതിന് തൊട്ട് സമീപത്തായാണ് ആർമിയുടെ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. ഈ ആർമി കെട്ടിടത്തിന് നേരെയും നിലവിൽ ഈ ഭീകരർ വെടിയുതിർത്തതായാണ് കാശ്മീരിലെ തന്നെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ ബുർഹാൻ വാനിയുടെ വധത്തെ തുടർന്ന് പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് കാശ്മീരിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന നിരോധനാജ്ഞയും തുടരുകയാണ്. വിദ്യാലയങ്ങളെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. പത്രമടക്കമുള്ളവയും അടച്ചിട്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഭീകരാക്രമണം കൂടി കാശ്മീരിനെ നടുക്കിയിരിക്കുന്നത്. സോമി, മനുവാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. പാലക്കാട് കഞ്ചിക്കോടുണ്ടായ വാഹനാപകടത്തിൽ 2 പേർ മരിച്ചു. തിരുവനന്തപുരം സ്വദേശി സുധീർ, കർണാടക സ്വദേശി ഗിരീഷ് എന്നിവരാണ് മരിച്ചത്. തിരുവനന്തപുരത്ത് നിന്ന് ബംഗളൂരുവിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ് ലോറിയുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. പുലർച്ചെ 3:30 നടന്ന അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ 3 പേരെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ലോകം നടുങ്ങിയ സെപ്റ്റംബർ 11 ഭീകരാക്രമണത്തിന് ഇന്ന് 15ാം വാർഷികം. ഞെട്ടലിൽ നിന്ന് അമേരിക്കൻ ജനത ഇന്നും മുക്തമായിട്ടില്ല. 2001 സെപ്റ്റംബർ 11 രാവിലെയാണ് യാത്രാവിമാനങ്ങൾ തട്ടിയെടുത്ത് അൽ-ഖ്വയ്ദ ഭീകരർ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിച്ചത്. അമേരിക്കൻ സമ്പന്നതയുടെ പ്രതീകമായി തല ഉയർത്തി നിന്ന ലോക വ്യാപാര കേന്ദ്രത്തിന്റെ ഏറ്റവും പൊക്കം കൂടിയ 2 ടവറുകൾ ഭീകരർ വിമാനമിടിച്ചുകയറ്റി നിശേഷം തകർത്തു. ഇതിനു പുറമെ സൈനികാസ്ഥാനമായ പെന്റഗണും ആക്രമിക്കപ്പെട്ടു. 4 അമേരിക്കൻ യാത്രാവിമാനങ്ങൾ തട്ടിയെടുത്ത 19 ഭീകരരാണ് ആക്രമണം നടത്തിയത്. ഇസ്ലാമിക തീവ്രവാദ സംഘടനയായ അൽ-ഖ്വയ്ദയിലെ അംഗങ്ങൾ 4 അമേരിക്കൻ യാത്രാവിമാനങ്ങൾ റാഞ്ചി. ഇതിൽ 2 എണ്ണം ന്യൂയോർക്ക് സിറ്റിയിലെ മൻഹാട്ടനിലുള്ള ലോക വ്യാപാര കേന്ദ്രത്തിന്റെ ഇരട്ട ടവറുകളിലേക്ക് ഇടിച്ചുകയറ്റി. മിനിറ്റുകൾക്കകം 2 ടവറുകളും നിലംപൊത്തി. അതേസമയം തന്നെ റാഞ്ചിയെടുത്ത 3ാമത്തെ വിമാനം മറ്റൊരു സംഘം വെർജീനിയയിലുള്ള പെന്റഗൺ ആസ്ഥാന മന്ദിരത്തിലേക്ക് ഇടിച്ചുകയറ്റി. 4ാമതൊരു വിമാനം റാഞ്ചിയിരുന്നെങ്കിലും യാത്രക്കാരുടെ ചെറുത്തുനിൽപ്പിനെ തുടർന്ന് പെൻസിൽവാനിയയിലെ സോമർസെറ്റ് കൌണ്ടിയിലുള്ള ഒരു പാടശേഖരത്ത് തകർന്നു വീണു. ഈ വിമാനം വൈറ്റ് ഹൌസ് ലക്ഷ്യമാക്കിയാണ് നീങ്ങിയതെന്ന് കരുതുന്നു. 90 രാജ്യങ്ങളിൽ നിന്നുള്ള 2993 പേർക്ക് ജീവൻ നഷ്ടമായി. ഒസാമ ബിൻ ലാദനെ പിടികൂടി വധിച്ചു. എന്നാൽ ലാദനെ പിടികൂടുക എന്ന പേരിൽ അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക നടത്തിയ അധിനിവേശവും അതിനെ തുടർന്നുണ്ടായ ലക്ഷങ്ങളുടെ ആൾനാശവും സഖ്യരാഷ്ട്രങ്ങൾക്ക് പോലും അതൃപ്തിക്കിടയാക്കി. യുദ്ധതന്ത്രങ്ങളെക്കാൾ സൂക്ഷ്മതയോടെ മെനഞ്ഞ സെപ്റ്റംബർ ഭീകരാക്രമണത്തിന് ലോകചരിത്രത്തിൽ സമാനതകളില്ല. എന്നാൽ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ അമേരിക്ക ചെയ്തു കൂട്ടിയ കൊള്ളരുതായ്മയുടെ ഫലമായി ഇസ്ലാമിക് സ്റ്റേറ്റ് വമ്പൻ ശക്തിയായി അമേരിക്കയ്ക്ക് തന്നെ ഭീഷണിയായി നിൽക്കുന്നു. വേൾഡ് ട്രേഡ് സെന്ററിന്റെ ഇരട്ട ടവറുകളുടെ സ്ഥാനത്തുള്ള മ്യൂസിയത്തിൽ പ്രാർത്ഥനകളുമായി നൂറുകണക്കിനാളുകൾ ഇന്ന് ഒത്തുചേരും. ഇന്റർനാഷണൽ ഡെസ്ക്. കശുവണ്ടി ഫാക്ടറികൾ തുറക്കണമെന്നാവശ്യപ്പെട്ട് കൊല്ലം വിജയലക്ഷ്മി ഫാക്ടറി ഹെഡ് ഓഫീസ് CPIM CITU നേതാക്കന്മാരും MLAമാരും കൊല്ലം മേയറും ഉൾപ്പെടെയുള്ളവർ ചേർന്ന് ഉപരോധിച്ചു. 12,000 തൊഴിലാളികളാണ് VLCയിൽ മാത്രം പണിയെടുക്കുന്നത്. സമരം കണ്ടില്ലെന്ന് നടിച്ചാൽ തൊഴിലാളികളെ ഹെഡ് ഓഫീസിന് മുൻപിൽ എത്തിക്കുമെന്ന് KN ബാലഗോപാൽ മുന്നറിയിപ്പ് നൽകി. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി.
കഴിഞ്ഞ 5-ാം തീയതി മുതൽ BLC ഹെഡ് ഓഫീസിന് മുമ്പിൽ സ്റ്റാഫ് യൂണിയൻ CHUവിന്റെ നേതൃത്വത്തിൽ ജീവനക്കാർ സമരം നടത്തി വരികയായിരുന്നു. ഓണമെത്തിയിട്ടും ഫാക്ടറി തുറക്കുകയോ ബോണസ് സംബന്ധിച്ച് ചർച്ച നടത്താൻ തയ്യാറാകാത്തതിനെയും തുടർന്നാണ് സമരം ഉപരോധമായി മാറ്റിയത്. ഫാക്ടറികൾക്ക് മുമ്പിൽ തൊഴിലാളികൾ സമരം നടത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് CPIM കൊല്ലം ജില്ലാ സെക്രട്ടറി KN ബാലഗോപാലും MLAമാരായ മുകേഷ് നൌഷാദ്, കൊല്ലം മേയർ രാജേന്ദ്രബാബു, കാപെക്സ് ചെയർമാൻ സുധേവൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ BLC ഓഫീസ് ഉപരോധിച്ചത്. 1000 കോടി രൂപ ഒരു വർഷം ടേൺ ഓവറുള്ള ഒരു കമ്പനിയിൽ കിട്ടുന്ന ലാഭത്തിന്റെ നല്ലൊരു പങ്ക് ഈ തൊഴിലാളികളുടെ അധ്വാനമാണല്ലോ അതിന് കാരണം. ആ തൊഴിലാളികൾക്ക് കിട്ടേണ്ട ആനുകൂല്യം കൊടുക്കണം, ഫാക്ടറി തുറന്ന് പ്രവർത്തിപ്പിക്കണം. 10,000-ലധികം തൊഴിലാളികൾ പണിയെടുക്കുന്ന ഫാക്ടറിയിൽ നിങ്ങൾ ആലോചിക്കണം, കഴിഞ്ഞ കുറെ കാലമായിട്ട് അവർക്ക് ഒരു പൈസ പോലും കിട്ടിയിട്ടില്ല തൊഴിലാളികൾ. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. 40,000 തൊഴിലാളികളാണ് വിവിധ സ്വകാര്യ ഫാക്ടറികളിൽ അടച്ചിട്ടതിനെ തുടർന്ന് പട്ടിണിയിലായത്. സമരം കൂടുതൽ ശക്തമാക്കാനാണ് തൊഴിലാളികളുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പൊതുമരാമത്ത് മന്ത്രി G. സുധാകരന്റെ മാതാവ് പങ്കജാക്ഷി അമ്മ അന്തരിച്ചു. പുലർച്ചെ 6 മണിയോടെ പരുമല ആശുപത്രിയിലായിരുന്നു അന്ത്യം. കഴിഞ്ഞ ഒരാഴ്ചയായി ചികിത്സയിലായിരുന്നു. വൈകിട്ട് 4:30 കായംകുളത്തെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. SFI രക്തസാക്ഷി G. ഭുവനേശ്വരന്റെ മാതാവാണ് പങ്കജാക്ഷിയമ്മ. കന്നുകാലികളിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരുന്ന മാൾട്ട പനി തടയുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ മണ്ണുത്തി വെറ്റിനറി സർവകലാശാലയിൽ അല്പസമയത്തിനകം യോഗം ആരംഭിക്കും. മനുഷ്യരിലേക്ക് പകരുന്ന ഈ രോഗം 84 കന്നുകാലികളിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ഇപ്പോൾ ദിൽജിത്ത് ചേരുന്നുണ്ട്. ദിൽജിത്ത്, എപ്പോഴാണ് യോഗം ആരംഭിക്കുക? ഒപ്പം തന്നെ ആരൊക്കെയാണ് യോഗത്തിൽ പങ്കെടുക്കുക? സോമി, വെറ്റിനറി സർവകലാശാലയുടെ പാലക്കാട് തിരുവിഴാംകുന്നിലെ കന്നുകാലി ഫാമിലെ 84 കന്നുകാലികളാണ് രോഗം കണ്ടെത്തിയത്. മനുഷ്യരിൽ എത്തിയാൽ ഗർഭചിത്രം ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന മാൾട്ടപ്പനി ബാധിച്ച കന്നുകാലികളെ ദയാവധം ചെയ്യണം എന്നാണ് നിയമം. ഇത്തരത്തിൽ ഏത് തരത്തിൽ ദയാവധം നടപ്പാക്കണം എന്ന് തീരുമാനിക്കുന്ന ഒരു യോഗമാണ് ഇന്ന് വെറ്റിനറി സർവകലാശാലയുടെ ക്യാമ്പസിൽ വെച്ച് നടക്കുന്നത്. രജിസ്ട്രാറുടെ നേതൃത്വത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരും വിദഗ്ധരും മൃഗസംരക്ഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ഈ യോഗത്തിൽ പങ്കെടുക്കും. തുടർന്നാകും ഈ യോഗത്തിന്റെ ശേഷമാകും ഏത് തരത്തിൽ കന്നുകാലികളെ ദയാവധത്തിന് വിധേയമാക്കണം എന്ന കാര്യത്തിൽ തീരുമാനമാവുക. കേന്ദ്ര മൃഗസംരക്ഷണ ബോർഡിന്റെ ഇടപെടൽ ഉണ്ടായിരുന്നു ഈ വിഷയത്തിൽ. തൃശൂരിലെ വെറ്റിനറി സർവകലാശാലയിൽ എത്തിച്ച് കന്നുകാലികളെ കൊല്ലരുത് എന്നൊരു നിർദ്ദേശം കേന്ദ്ര മൃഗസംരക്ഷണ ബോർഡിൽ നിന്നും ഉണ്ടായിരുന്നു. തുടർന്നാണ് ഇത്തരത്തിൽ ഏത് തരത്തിൽ കന്നുകാലികളെ കൊല്ലാമെന്നും തുടർന്ന് അവയുടെ അവശിഷ്ടങ്ങൾ ഏത് തരത്തിൽ സംസ്കരിക്കണമെന്നും തീരുമാനിക്കാൻ ഇത്തരത്തിൽ ഒരു വിദഗ്ധ സമിതിയുടെ യോഗം വിളിച്ചിട്ടുള്ളത്. ഏകദേശം 11:30 തന്നെ യോഗം ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. ദിൽജിത്താണ് വിവരങ്ങൾ നൽകിയത്. പരവൂർ സ്വദേശികൾക്ക് ഇക്കുറി ഓണമില്ല. വെടിക്കെട്ട് ദുരന്തത്തിൽ കൊല്ലപ്പെട്ട 110 പേരുടെ കുടുംബങ്ങൾക്കൊപ്പം പരവൂർ പൗരാവലിയും ഓണാഘോഷം ഉപേക്ഷിച്ചു. പരവൂർ മുനിസിപ്പാലിറ്റി, DTPC, ക്ലബ്ബുകൾ, സഹകരണ ബാങ്കുകൾ തുടങ്ങിയ സ്ഥാപനങ്ങളും നാട്ടുകാരും പൊതുപ്രവർത്തകരും ഉൾപ്പെടെ ആർക്കും ഇക്കുറി ഓണമില്ല. തങ്ങളുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും നഷ്ടപ്പെട്ടതിന്റെ വേദനയിൽ നിന്നിപ്പോഴും പരവൂർകാർ മോചിതരായിട്ടുമില്ല. ഈ ഓണം വലിയ ഒരു ദുഃഖത്തിന്റെ നിഴലിലാണ് പരവൂരെ സംബന്ധിച്ച്. ഈ പുറ്റിങ്ങൽ ദുരന്തവുമായി ബന്ധപ്പെട്ട അതിന്റെ കെടുതി അനുഭവിക്കുന്ന ആളുകൾ ദുരന്തത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഓണം പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഓണാഘോഷവുമായി ബന്ധപ്പെട്ട വിവിധ പരിപാടികൾ, സാധാരണ വിപുലമായ ഓണ പരിപാടികൾ നടക്കാറുണ്ട്. ഇക്കുറി അതെല്ലാം ഒഴിവാക്കിയിരിക്കുകയാണ്. ദുരന്തത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ഇതുവരെ 5 തവണ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ബിനീഷിന് വിദ്യാഭ്യാസ വായ്പ തിരിച്ചടച്ചില്ലെന്നാരോപിച്ച് SBT നോട്ടീസിന്റെ രൂപത്തിൽ ഓണസമ്മാനവും നൽകി. ഞാൻ BSc നഴ്സിംഗ് പഠിച്ചിറങ്ങിക്കായിരുന്നു. ആ സമയത്ത് ഇപ്പോഴാണ് ഒരു ജോലി ഉടനെ കിട്ടിയത്. പിന്നെ അത് ബോംബെയിൽ ഒരു 2-3 മാസം വർക്ക് ചെയ്തേ ഉള്ളൂ. അതുമല്ല എഡ്യൂക്കേഷൻ ലോണിൻ്റെ റവന്യൂ റിക്കവറി ആയി. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടും പിന്നെ ഇങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റും ഇച്ചിരി ബുദ്ധിമുട്ടാണ് കിടന്നത്. നമ്മളിവിടുത്തെ സംഘടനകളൊന്നും ഓണം ഇല്ലെന്നാണ് അറിയുന്നത്. നമുക്കെന്ത് ഓണം ഈ ഒരു അവസ്ഥയിൽ കിടന്നിട്ട്. ഇതിലും ദുരിതത്തിലും സങ്കടത്തിലും കഴിയുന്ന ദുരന്തഭൂമിയിലെ മാവേലിയുടെ ജനതയ്ക്ക് എല്ലാം മറക്കാൻ കാലങ്ങൾ തന്നെ താണ്ടേണ്ടി വരും. ഓണാഘോഷമാണെങ്കിലും ഉത്സവമാണെങ്കിലും ആഘോഷങ്ങൾ പരിധിവിട്ടാൽ എന്ത് സംഭവിക്കുമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പരവൂർ വെടിക്കെട്ട് ദുരന്തത്തിലെ 110 പേരുടെ ദാരുണ അന്ത്യം. മരിച്ചുപോയവരുടെ കുടുംബങ്ങൾ ഇന്ന് അനാഥമാണ്. അതേസമയം പരിക്കേറ്റ് കഴിയുന്നവരുടെ ജീവിതം ദുരിതപൂർണവുമാണ്. ആഘോഷങ്ങൾ അതിരുവിടുമ്പോൾ ഒരു നിമിഷം ഇവരെക്കുറിച്ച് ചിന്തിക്കുക. പരവൂരിൽ നിന്ന് ക്യാമറമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം രാജ്കുമാർ.
ഓണം പിറന്നാലും ഉണ്ണി പിറന്നാലും കോരന് കുമ്പിളിൽ തന്നെ കഞ്ഞി എന്ന് പറയുന്നത് പോലെയാണ് ശീതകാല പച്ചക്കറി കർഷകരുടെ അവസ്ഥ. ഇടനിലക്കാരെ ഒഴിവാക്കി ഹോർട്ടികോർപ്പ് നേരിട്ട് ഉൽപ്പന്നങ്ങൾ സംരംഭിക്കുമെന്ന് കൃഷിമന്ത്രി പ്രഖ്യാപിച്ചിട്ടും സംഭരിക്കാൻ ഹോർട്ടികോർപ്പ് തയ്യാറാകാത്തതാണ് ഇടുക്കി കാന്തല്ലൂരിലെ കർഷകരെ ഈ ഓണനാളുകളിൽ വലയ്ക്കുന്നത്. ഹോർട്ടികോർപ്പിന്റെ നിരുത്തരവാദ പ്രവർത്തനത്തെ തുടർന്ന് ശീതകാല പച്ചക്കറിയുടെ വിളനിലമായ കാന്തല്ലൂർ വട്ടവട പ്രദേശങ്ങളിൽ സന്ദർശിച്ച കൃഷിമന്ത്രി VS സുനിൽകുമാറിന്റെ പ്രഖ്യാപനം ഇതായിരുന്നു. വെളുത്തുള്ളിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവിടെ ഉണ്ടാക്കുന്ന വെളുത്തുള്ളി ഏറ്റവും ക്വാളിറ്റിയുള്ള വെളുത്തുള്ളിയാണ്. അപ്പൊ അത് പൂർണ്ണമായിട്ട് ആ വെളുത്തുള്ളി ഇവരുണ്ടാക്കുന്ന വെളുത്തുള്ളി നമുക്ക് സംഭരിക്കാൻ കഴിയുമോ? അങ്ങനെ കഴിയുന്നുണ്ടെങ്കിൽ അവർക്ക് വില കൊടുത്ത് സംഭരിക്കാനും അത് ഇതിന്റെ സാധ്യതകൾ എങ്ങനെയാണെങ്കിലും പരിശോധിക്കണം. കഴിഞ്ഞ തവണ കൃഷി വകുപ്പ് കർഷകർക്ക് നൽകിയ ഗുണനിലവാരമില്ലാത്ത ക്യാരറ്റ് വിത്തുകൾ വരുത്തിയ വലിയ നാശമാണ് ഈ മേഖലയിലെ കൃഷിക്കാരെ വെളുത്തുള്ളി കൃഷിയിലേക്ക് വഴിതിരിച്ചുവിട്ടത്. വിളവെടുപ്പ് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ മുഴുവൻ വെളുത്തുള്ളിയും സംഭരിക്കുമെന്നാണ് ഹോർട്ടികോർപ്പ് കർഷകർക്ക് വാഗ്ദാനം നൽകിയത്. വിളവെടുപ്പിന്റെ ആദ്യ ദിനങ്ങളിൽ കിലോയ്ക്ക് 140 രൂപ നൽകിയാണ് സംഭരണവും നടന്നത്. എന്നാൽ 400 കിലോ വെളുത്തുള്ളി സംഭരിച്ച ശേഷം വെളുത്തുള്ളി വാങ്ങാൻ ഹോർട്ടികോർപ്പ് തയ്യാറാകാത്തതാണ് പുതിയ പ്രതിസന്ധിക്ക് കാരണം. മന്ത്രി ഉറപ്പ് പറഞ്ഞു കേരളത്തിൽ ആവശ്യം പോലെ വെളുത്തുള്ളി എടുത്തോളാന്ന് പറഞ്ഞ കാരണം കൊണ്ടാണ് ഞങ്ങൾ വെളുത്തുള്ളി എടുത്തു വെച്ചത്. ഇപ്പോൾ അവർ ആവശ്യം പോലെ എടുക്കില്ല എന്ന് പറഞ്ഞ് 5 ടണ്ണ് തന്നെ എടുക്കുള്ളൂ. ഇപ്പോൾ ആകെ ഞങ്ങളുടെ കൊത്തൂർ ഗ്രാമത്തിൽ വന്ന് മാത്രം എങ്ങനെയെങ്കിലും ഒരു 100 ടണ്ണുക്കുള്ള വെളുത്തുള്ളി ഇവിടെ ഉണ്ട്. വീട്ടിലെടുത്ത് വെച്ച ഡെയിലിയും ഇട കുറഞ്ഞുകൊണ്ടേ ഇരിക്കുവാണ്. ആരും എടുക്കാർക്ക് ആളില്ല. ഹോർട്ടികോർപ്പ് വെളുത്തുള്ളി വാങ്ങാതെ വന്നതോടെ വിളവെടുത്ത വെളുത്തുള്ളി എവിടെ സംഭരിക്കണമെന്ന ആശങ്കയിലാണ് കർഷകർ. തമിഴ്നാട്ടിൽ നിന്നുള്ള ഇടനിലക്കാരെ ഒഴിവാക്കാനായിരുന്നു മന്ത്രിയുടെ ഇടപെടലെങ്കിൽ ഇടനിലക്കാരെ കർഷകരെ ചൂഷണം ചെയ്യാൻ ക്ഷണിച്ചു വരുത്തുന്ന നടപടിയാണ് ഹോർട്ടികോർപ്പ് സ്വീകരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഒരു കാലത്ത് ഗ്രാമപ്രദേശങ്ങളിലെ പതിവ് കാഴ്ചയായിരുന്നു തലപ്പന്ത് കളി. ജീവിത തിരക്കിനിടയിൽ മൺമറഞ്ഞെങ്കിലും ഓണനാളുകളിൽ ഗ്രാമീണ തനിമയുണർത്തി തലപ്പന്ത് കളി തിരിച്ചെത്തുകയാണ്. തൃശൂർ ചേലക്കരയിൽ നിന്നുള്ള കാഴ്ചയിലേക്ക്. വോളിബോളിലെ സർവീസും ഫുട്ബോളിലെ കിക്കും ക്രിക്കറ്റിലെ ക്യാച്ചും എല്ലാമുണ്ട് തലപ്പന്ത് കളിക്ക്. 7 പേരുള്ള ടീമാണ് മത്സരിക്കാൻ ഇറങ്ങുന്നത്. കൈകൊണ്ടും കാൽ കൊണ്ടും പല ഘട്ടങ്ങളിൽ കളിച്ച ഒരു ടീം തുടർച്ചയായി 2 തവണ പട്ടം വെച്ചാൽ അവർ ജയിക്കും. 7 റൗണ്ടുകളിലായി 3 സർവീസുകൾ. ഇങ്ങനെ 21 എണ്ണം ആദ്യമെടുക്കുന്ന ടീമിനാണ് പട്ടം. ഏതെങ്കിലും ഒരു ടീം ജയിക്കും വരെയാണ് മത്സരം. ജയത്തിനായി 2 ദിവസം വരെ കളി നീണ്ടുപോകാറുണ്ട്. ഈ കാത്തിരിപ്പൊന്നും തലപ്പന്ത് കളിയുടെ ആവേശം കുറയ്ക്കുന്നില്ല. ഓണക്കാലത്ത് ആയിരക്കണക്കിന് ആളുകളാണ് ഗ്രാമപ്രദേശങ്ങളിൽ കളി ആസ്വദിക്കാൻ എത്തുന്നത്. തലപ്പന്ത് കളിയും ഓണവും തമ്മിൽ എന്ത് ബന്ധമെന്ന് ആർക്കും അറിയില്ലെങ്കിലും തൃശൂർ ചേലക്കരക്കാർക്ക് തലപ്പന്ത് കളിയില്ലാതെ ഓണമില്ല. ന്യൂസ് ബ്യൂറോ, തൃശൂർ. JNUവിൽ ഇടത് കൊടുങ്കാറ്റ്. രാജ്യം ഉറ്റുനോക്കിയ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റുകളിലും ഇടത് സഖ്യത്തിന് ആധികാരിക വിജയം. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി സീറ്റുകളിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെയാണ് SFI ഐസ സഖ്യം വിജയം കുറിച്ചത്. ABVPക്ക് ഒരു സീറ്റിൽ പോലും വിജയിക്കാനായില്ല. 12 വർഷത്തിന് ശേഷം JNUവിന്റെ അധികാര കേന്ദ്രത്തിൽ മലയാളി എത്തുന്നതിനും തെരഞ്ഞെടുപ്പ് വിധിയെഴുതി. I hereby declare Mohit Kumar Pandey elected for the post of president. ചെയർപേഴ്സൺ ഇഷിത മന്ന തെരഞ്ഞെടുപ്പ് വിജയികളുടെ ഫലപ്രഖ്യാപനം നടത്തുമ്പോഴേക്കും രാജ്യം ഉറ്റുനോക്കിയ JNU ക്യാമ്പസിൽ ഇടതുസഖ്യം ആഘോഷം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി എന്നിങ്ങനെ കേന്ദ്ര പാനലുകളിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് ഇടതുസഖ്യം അധികാരത്തിലേറിയത്. പ്രസിഡന്റ് സ്ഥാനത്ത് SFI ഐസ സഖ്യത്തിന്റെ മോഹിത് കുമാർ പാണ്ഡെ 1954 വോട്ടുകൾക്ക് വിജയിച്ചു. 12 വർഷങ്ങൾക്ക് ശേഷം ഒരു മലയാളി JNUവിന്റെ അധികാര കേന്ദ്രത്തിൽ ഇടം പിടിച്ചു. എറണാകുളം സ്വദേശിയും SFI പ്രവർത്തകനുമായ അമൽ 2461 വോട്ടുകൾക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തെത്തി. കമ്മ്യൂണൽ സംഘടനകൾക്കെതിരെ ക്യാമ്പസുകളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് വിദ്യാർത്ഥികളുടെ അഭിപ്രായങ്ങളെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് വന്നിരിക്കുകയാണ്. മുൻ തെരഞ്ഞെടുപ്പുകളിൽ 2ാം സ്ഥാനത്തെത്തിയിരുന്ന ABVP ഇത്തവണ അവസാന സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. രാജ്യദ്രോഹികളെ പരാജയപ്പെടുത്തുക എന്ന മുദ്രാവാക്യത്തിൽ പ്രചാരണം നടത്തിയിരുന്ന ABVPയുടെ പതനം പ്രതീകാത്മക ശവമഞ്ചത്തിലാണ് SFI ഐസ സഖ്യം ആഘോഷിച്ചത്.
കന്നയ്യടക്കമുള്ള വിദ്യാർത്ഥികൾ അറസ്റ്റിലായ ശേഷം JNUവിൽ നടന്ന ആദ്യ തെരഞ്ഞെടുപ്പായിരുന്നു ഇത്. കേന്ദ്ര സർക്കാരിന്റെ സർവകലാശാല ആക്രമണങ്ങൾക്ക് നേരെയുള്ള കനത്ത മറുപടിയാണിതെന്ന് കന്നയ്യയും പ്രതികരിച്ചു. This is the victory of people of India, those who fought for the justice for JNU, those who are fighting for the justice for Rohit Vemula. This victory is against the undemocratic forces like BJP and RSS. 18 കൗൺസിലർ സീറ്റുകളിൽ 15നും SFI ഐസ സഖ്യം വിജയിച്ചു. കന്നയ്യമ്മയ്ക്ക് ആസാദി മുദ്രാവാക്യം രാജ്യമൊട്ടാകെ ഏറ്റെടുത്തതിന് പിന്നാലെ JNUവിൽ വൻ ഇടത് വിപ്ലവത്തിനാണ് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. രാജ്യദ്രോഹികളെ പരാജയപ്പെടുത്തുക എന്ന ABVP പ്രചാരണത്തിനും കേന്ദ്ര സർക്കാരിനും കനത്ത തിരിച്ചടി നൽകുന്നതായി JNU വിദ്യാർത്ഥി തെരഞ്ഞെടുപ്പ് ഫലം. ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം മനു ശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. ഈ വർഷത്തെ ഹജ്ജിന് തുടക്കമായി. ഇന്നാണ് അറഫ സംഗമം. 17 ലക്ഷത്തോളം വിശ്വാസികൾ അറഫയിൽ ഒത്തുചേരും. മധ്യാഹ്നം മുതൽ അസ്തമയം വരെയാണ് അറഫ സംഗമത്തിന്റെ സമയം. ചൂടിനെ പ്രതിരോധിക്കുന്നതും തീപിടിക്കാത്തതുമായ കൂറ്റൻ പന്തലുകൾ അറഫ മൈതാനത്ത് തയ്യാറാക്കിയിട്ടുണ്ട്. ഹജ്ജ് കർമ്മങ്ങൾ നടക്കുന്ന അറഫ, മിന, മുസ്ദലിഫ മേഖലകളിൽ പഴുതടച്ച സുരക്ഷയ്ക്കായി 20,000-ഓളം സൈനികരെ വിന്യസിച്ചിട്ടുണ്ട്. നാളെയാണ് ബലിപെരുന്നാൾ. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ അബ്ദുറഹ്മാൻ വണ്ടൂർ ചേരുന്നുണ്ട്. അബ്ദുറഹ്മാൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? വിശുദ്ധ ഹജ്ജിന്റെ മുഖ്യ ചടങ്ങായ അറഫ സംഗമം ആരംഭിച്ചു. ഇന്നലെ മിനായിൽ തമ്പുകൾക്കുള്ളിൽ തൽബീത്ത് മന്ത്രധ്വനികളാൽ മുഖരിതമായ ഹാജിമാർ പുലരുന്നതിന് മുമ്പ് തന്നെ കൂട്ടം കൂട്ടമായി അറഫയെ ലക്ഷ്യമാക്കി നീങ്ങി തുടങ്ങിയിരുന്നു. 13.4 ലക്ഷം തീർത്ഥാടകരാണ് ഹജ്ജിനെത്തിയത് എന്നാണ് ഔദ്യോഗിക കണക്കെങ്കിലും ആഭ്യന്തര ഹാജിമാർ അടക്കം 17 ലക്ഷത്തോളം അറഫയിൽ എത്തിയിട്ടുള്ളതായി കണക്കാക്കുന്നു. ഇന്ത്യൻ ഹാജിമാരെല്ലാം രാവിലെ തന്നെ അറഫയിൽ എത്തിച്ചേർന്നു. 65,000 പേർ മഷായർ ട്രെയിനിലും 35,000 പേർ ബസ്സുകളിലുമായിട്ടാണ് മിനായിൽ നിന്നും 14 കിലോമീറ്റർ അകലെയുള്ള അറഫയിൽ എത്തിയത്. ഇന്ന് അറഫയിൽ മസ്ജിദ് നമിറയിൽ 100 നമസ്കാരവും അസർ നമസ്കാരവും ഒന്നിച്ചും ചുരുക്കിയും നമസ്കരിക്കും. പതിറ്റാണ്ടുകളായി അറഫയിലെ പ്രാർത്ഥനയ്ക്കും നമസ്കാരത്തിനും നേതൃത്വം നൽകിയിരുന്ന സൗദി ഗ്രാൻഡ് മുഫ്തി ഷെയ്ഖ് അബ്ദുൽ അസീസ് ആലു ഷെയ്ഖ് ആരോഗ്യസ്ഥിതി മോശമായതിനാൽ ഇപ്രാവശ്യത്തെ അറഫ പ്രാർത്ഥനയിൽ നിന്നും മാറി നിൽക്കും. മതകാര്യ വകുപ്പിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരോ മക്ക ഹറം ഇമാമ ആയിരിക്കും ഇന്നത്തെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുക. സൂര്യൻ അസ്തമിക്കുന്നതുവരെ അറഫയിൽ നിറകണ്ണുകളോടെയുള്ള പ്രാർത്ഥനകളിൽ മുഴുകുന്ന തീർത്ഥാടകർ അസ്തമയ ശേഷം ഒരു നവജാത ശിശുവിന്റെ ഹൃദയ നൈർമല്യത്തോടുകൂടെ മുസ്തലിഫയിലേക്ക് മടങ്ങും. രാത്രി മുസ്തലിഫയിൽ തങ്ങി പിന്നീടുള്ള 3 ദിവസങ്ങളിൽ ജംറകളിൽ എറിയുവാനുള്ള ചെറിയ കല്ലുകൾ പെറുക്കി മീനായിലേക്ക് പുറപ്പെടും. സൗദിയിൽ നാളെയാണ് ബലിപെരുന്നാൾ. കഴിഞ്ഞ വർഷത്തെ മീന അപകടത്തെ മുൻനിർത്തി പുണ്യസ്ഥലങ്ങളിലെല്ലാം ശക്തമായ സുരക്ഷാ സംവിധാനമാണ് സൗദി ഭരണകൂടം ഒരുക്കിയിട്ടുള്ളത്. അനുമതി പത്രമില്ലാത്ത ആരെയും ഇന്ന് മക്കയിലേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. മക്ക മസ്ജിദ് ഹറമിന്റെ ആവരണമായ കില്ല ഇന്ന് രാവിലെ മാറ്റി പുതിയ കില്ല പുതപ്പിച്ചു. വർഷത്തിൽ 2 പ്രാവശ്യമാണ് ഹറമിലെ ആവരണം പുതുക്കി അണിയിക്കുന്നത്. കൈരളി വാർത്തയ്ക്ക് വേണ്ടി അബ്ദുറഹ്മാൻ വണ്ടൂർ.